തൃപ്പൂണിത്തുറ മണ്ഡലം നിലനിർത്തുവാൻ വേണ്ടി പുതിയ മാർഗങ്ങൾ ആലോചിക്കുകയാണ് കോൺഗ്രസ്. അതിനായി നടനും സംവിധായകനും അവതാരകനും മിമിക്രി കലാകാരനുമായ രമേഷ് പിഷാരടിയെ മത്സരിപ്പിക്കുവാനുള്ള ആലോചനയിലാണ് കോൺഗ്രസ്. ഇപ്പോൾ ഇതിനുള്ള സാധ്യതകൾ കൂടുകയാണ്. രമേഷ് പിഷാരടി തൃപ്പൂണിത്തുറയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ്. രാജു പി നായർ ഉൾപ്പെടെ ഇതേ സീറ്റിനായി ചരടുവലി നടത്തുന്നുമുണ്ട്. രാജു പി നായർക്ക് സാധ്യതയുണ്ടെങ്കിലും രമേഷ് പിഷാരടിയുടെ പേരാണ് ഇപ്പോൾ മുൻപന്തിയിലുള്ളത്. സിറ്റിംഗ് MLA കെ ബാബു ഇക്കുറി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുവാനുള്ള സാധ്യത കുറവാണ്. അതിനാൽ തന്നെയാണ് തൃപ്പൂണിത്തുറ മണ്ഡലം അത് നിലനിർത്തുവാനുള്ള പരിശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്, UDF നടത്തുന്നത്. അതിനുവേണ്ടി രമേഷ് പിഷാരടിയെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കുവാനുള്ള സാധ്യത കൂടുന്നു. രമേഷ് പിഷാരടിയുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. രമേഷ് പിഷാരടിയുടെ പേര് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നു. അതുമാത്രമല്ല, രമേഷ് പിഷാരടി മണ്ഡലത്തിൽ സജീവമാണ്. കോൺഗ്രസിന്റെ പരിപാടികളിൽ രമേഷ് പിഷാരടി പലയിടത്തും ഉണ്ടാകാറുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ സജീവമായിട്ടുണ്ട് രമേഷ് പിഷാരടി. കൂടുതൽ വിവരങ്ങളുമായി ആർ കിരൺ ബാബു, ഒപ്പം ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, രമേഷ് പിഷാരടിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ എന്ന കാര്യം സ്ഥിരീകരിച്ചതാണ്. പക്ഷേ രമേഷ് പിഷാരടി വരുമ്പോൾ തൃപ്പൂണിത്തുറയിൽ ഈ മണ്ഡലം നിലനിർത്തുവാനുള്ള എന്തെല്ലാം പോസിറ്റീവ് ഘടകങ്ങൾ ഉണ്ട്? കെ ബാബു എന്ന വ്യക്തിയിലൂടെ തന്നെയാണ്, കെ ബാബുവിന്റെ തിളക്കം തന്നെയാണ് തൃപ്പൂണിത്തുറ തുടർച്ചയായി നേടുവാൻ ഒരു തവണ ഒഴിച്ച് UDFന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായി ഒരാൾ വരുമ്പോൾ അത് എന്തുകൊണ്ട് രമേഷ് പിഷാരടിയാകുന്നു? മഞ്ജുഷ, തൃപ്പൂണിത്തുറ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറ രാഷ്ട്രീയപരമായിട്ട് വളരെ ഉയർന്ന രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. 67 രൂപീകൃതമായിട്ട് തൊട്ടിങ്ങോട്ട് വരുമ്പോഴെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ തീരുമാനങ്ങൾ എടുത്ത് പോന്നിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അതിൽ ഒരേ കാലങ്ങളിൽ CPM-നാകട്ടെ, ഇടതുമുന്നണിക്കാകട്ടെ, കോൺഗ്രസിനാകട്ടെ, UDFനാകട്ടെയും ആ രീതിയിലുള്ളൊരു സ്വാധീനം ചെലുത്തി മുന്നോട്ട് പോകാനായിട്ടെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിൽ കുറേ നാൾക്ക് ഒരു ഇടവേളയും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും എല്ലാം ചെയ്തത് കെ ബാബു പിന്നീട് M സ്വരാജിനോട് തോൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ്. പക്ഷേ പിന്നീട് ആ മണ്ഡലം തിരികെ പിടിക്കാൻ തന്നെയും കോൺഗ്രസിന് കഴിഞ്ഞു, UDFന് കഴിഞ്ഞു എന്നതാണ്. നിസ്സാര വോട്ടുകൾക്കാണെങ്കിൽ കൂടിയും തിരിച്ചു വരാനായിട്ട് കെ ബാബുവിനും ഒപ്പം തന്നെ കോൺഗ്രസിനും അതൊരു അനിവാര്യമായൊരു വിജയം നേടിയെടുക്കാൻ അവസാന തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ കഴിഞ്ഞുവെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ മണ്ഡലം ഏതു വിധേനയും നിലനിർത്തുക എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കെ ബാബു മത്സരരംഗത്തേക്ക് വരാനുള്ളൊരു സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരുപാട് തവണ അതിൽ പരിഗണിക്കപ്പെടുകയും പിന്നീട് പോകുമ്പോൾ പോലും അദ്ദേഹത്തിന് തിരിച്ചു വരാനൊരു അവസരം നൽകുകയും എല്ലാം തന്നെ ചെയ്തു. അന്നും അദ്ദേഹം പറഞ്ഞത് താനൊന്ന് തെളിയിച്ചിട്ട് താൻ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ വാക്കും പാലിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു പുതുമുഖത്തിന് ഒരു അവസരം നൽകാനുള്ള ഒരു സാധ്യതകൾ തന്നെയാണ് വളരെ സജീവമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നത്. അതിലൊരു പേരാണ് രമേഷ് പിഷാരടിയുടെ പേര് ചർച്ച ചെയ്യുന്നത്. ഇതിൽ കഴിഞ്ഞ രമേഷ് പിഷാരടി കുറച്ച് നാളുകളായിട്ട് തന്നെ കോൺഗ്രസിനായിട്ട് നാളുകളായിട്ട് അടുപ്പം പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. വളരെയധികം ഇത്തരം അവരുമായിട്ടുള്ള സംഘടനകളുമായിട്ടുള്ള വേദികളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സുപരിചിതനായ ഒരാൾ കൂടിയാണ്. മണ്ഡലത്തിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ സുപരിചിതനായ ഒരാൾ കൂടിയാണ്. പലപ്പോഴും തൻ്റെ രാഷ്ട്രീയം അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്, അത് വ്യക്തമാക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. മുതിർന്ന നേതാക്കളുമായിട്ട് തന്നെ പല ആശയവിനിമയം നടത്തുന്ന ഒരാൾ കൂടിയാണ്. ഏതാണ്ട് ഈ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിയായ കാര്യങ്ങളിലും ചില സംസാരങ്ങൾ നടന്നിട്ടുണ്ട് എന്ന സൂചന കൂടിയുണ്ട്. ഒപ്പം അതേ സമയത്ത് തന്നെ തൃപ്പൂണിത്തുറ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ കോൺഗ്രസിന് പല പ്രമുഖ മുഖങ്ങളും ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മുഖമാണ് രാജു പി നായർ. ഇപ്പോൾ അദ്ദേഹം സജീവമാണ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമാണ്. അദ്ദേഹത്തിന്റെ പേരും കേൾക്കുന്നുണ്ട് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നതിനായി. ചില കൗൺസിലർമാരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. നേരത്തെയും ചില പേരുകൾ, കെ ബാബു ഉള്ളതുകൊണ്ട് മറ്റാരുടെയും പേര് അതിലേക്ക് വന്നിട്ടില്ല എന്നതല്ല, പലതവണയും പല പേരുകളും വന്നതാണ്. പക്ഷേ കെ ബാബു ഉള്ളതുകൊണ്ട് മറ്റാർക്കും അവിടെ ഒരു പരീക്ഷണത്തിലുള്ള അവസരം കൊടുത്തിരുന്നില്ല. അപ്പോൾ അന്ന് കേട്ടിരുന്ന ആ പേരുകൾ വീണ്ടും വരുന്നുണ്ടോ, അതോ രാജു പി നായരുടെ പേര്, അദ്ദേഹത്തിന്റെ പേര് മാത്രമേ ഈ പിഷാരടിയെ കൂടാതെ വരുന്നുള്ളൂ? മഞ്ജുഷ, ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ടോളം തന്നെ ഇതിൽ ഒരു ആധിപത്യം ഉണ്ടായിരുന്ന ഒരാൾ ആണ് കെ ബാബു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സുദീർഘമായ ഒരു കാലയളവിൽ പല പേരുകളും ഉയർന്നു വന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവത്തിന് മുന്നിൽ ആരും തന്നെയും പിന്നീട് അന്നുണ്ടായിരുന്ന പേരുകാർ പലരും തന്നെ അപ്രസക്തരാവുകയായിരുന്നു. ചിലർ കോൺഗ്രസ് വിടുക പോലും ചെയ്ത സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതിനെല്ലാം തന്നെ അപ്പോൾ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനപ്പുറം പുതിയ ആളുകൾ, പുതുതലമുറയിലേക്ക് ഒരു ബാറ്റൺ കൈമാറുക എന്നതാണ്
ഇപ്പോൾ കോൺഗ്രസ് നോക്കുന്നത്. അങ്ങനെ ഒരു പ്രഥമ പേര് എന്ന് പറയുന്നത് രാജു പി നായർ തന്നെയാണ്. അത് കാരണം അദ്ദേഹം ഈ ചർച്ചകളിലെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ്, KPCCയുടെ ഒരു വക്താക്കളിൽ ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമായിട്ടും എല്ലാം തന്നെ വളരെ അടുപ്പം പുലർത്തുന്നതാണ്. വയനാട് ഇലക്ഷനെല്ലാം തന്നെ അദ്ദേഹം സജീവമായിട്ട് ഒരു വോളണ്ടിയറായിട്ട് അതിൽ നെടുനായകത്വം വഹിച്ച ഒരാൾ കൂടിയാണ്. ഈ മേഖല മുളന്തുരുത്തി ഉൾപ്പെടുന്ന അവിടെ ഒരു ഭാരവാഹിത്വം പഞ്ചായത്തിലെല്ലാം ഉണ്ടായത്. അങ്ങനെ സുപരിചിതനായ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ കോൺഗ്രസിന് ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രഥമമായ ഒരു പേരുകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. മറ്റു പല പേരിൽ സൂചകങ്ങളുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ആ പേര് പരിഗണിക്കാവുന്ന വളരെ സ്വാധീനമുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ വളരെയധികം പരിഗണന കോൺഗ്രസ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് പിഷാരടിയുടെ പേര് ഉയർന്നു വരുന്നത്. അതിനൊരു പല ചർച്ചകൾ നടക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് അത് സമ്മതം, അദ്ദേഹത്തിൻ്റെ തിരക്കുകളും അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു ഭാഗം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നു. അത്തരമൊരു ചേരുവകൾ എത്ര കണ്ട് വിജയിക്കപ്പെടുമെന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൽ ഒരു അന്തിമമായ ഒരു തീരുമാനം മിക്കവാറും രമേശ് പിഷാരടി തന്നെ സ്വീകരിക്കുന്ന ആണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിനാണ് അതിൽ താൻ രാഷ്ട്രീയ ഈ പൊതുരംഗത്തേക്ക് സജീവമായിട്ട് ഒരു മുഖമായിട്ട് MLA എന്ന രീതിയിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അദ്ദേഹം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ. ഒരു കാര്യം കൂടി ഡാനി, തൃപ്പൂണിത്തുറ സ്വദേശി അല്ലല്ലോ രമേശ് പിഷാരടി, പക്ഷേ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ മണ്ഡലത്തിൽ സജീവമാകുന്നുണ്ടോ അദ്ദേഹം ഇപ്പോൾ? അങ്ങനെ ഒരു പൊതുരംഗത്ത് സജീവമായിട്ട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നില്ല. കാരണം ഈ മണ്ഡലത്തിലെ പൊതുപരിപാടികളിലെല്ലാം തന്നെ വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുക എന്നതല്ല, അവിടുത്തെ ഒരു ഈ സാംസ്കാരിക കൂട്ടായ്മകൾ പരിപാടികളിലെല്ലാം തന്നെ അദ്ദേഹം ഇടയ്ക്ക് കടന്നു വരുന്ന ഒരു ആൾ കൂടിയാണ്. എങ്കിലും ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൽ ഒന്നുകൂടി ചേർക്കപ്പെടുന്നു. കാരണം അതിൽ ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ 5ഓളം വാർഡുകൾ കടന്നു വരുന്നുണ്ട്. ഒപ്പം കുമ്പളം പഞ്ചായത്തും ഉദയംപേരൂർ പഞ്ചായത്തും തൃപ്പൂണിത്തുറ നഗരസഭയും എല്ലാം തന്നെ. ഇതെല്ലാം തന്നെ ഇടതുമുന്നണിക്ക് ഒരു ആഭിമുഖ്യമുള്ള, ഇടതുമുന്നണിയുടെ കുറേ കൂടി അടുത്ത് നിൽക്കുന്ന ഈ മരട് നഗരസഭ ഒഴിച്ചു നിർത്തിയാൽ, മരട് നഗരസഭ ഡീലിമിറ്റേഷൻ 2018 വന്നതിന് ശേഷം കുറച്ചുകൂടി കോൺഗ്രസിന് അനുകൂലമായി എന്ന് പറയുമ്പോൾ കൂടിയും തന്നെ ഏതു സമയവും ഈ കാര്യങ്ങൾ മാറി മറിയാവുന്ന രീതിയിലൊരു വോട്ടർമാർ എന്ന രീതിയിലാണ് അവിടുത്തെ കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായി ഏറെ പ്രധാനപ്പെട്ടതാണ്. വളരെ നിർണായക മത്സരം തന്നെയായിരിക്കും. കാരണം ഇക്കുറി കെ ബാബു മാറി നിൽക്കുകയാണെങ്കിൽ ഒരാൾ കടന്നു വരുമ്പോൾ അയാൾക്ക് അപ്രമാദിത്വം ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മണ്ഡലം മാറും. അതിൻ്റെ ഒരു രൂപീകരണം ആ രീതിയിലുള്ളതാണ്. കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുന്നത് അത് കെ ബാബുവിലൂടെ UDF നിലനിർത്തി പോരുന്നതാണ്. സ്വരാജ് വന്ന സമയത്ത് ആദ്യം അത് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ഈ മണ്ഡല പുനർനിർണയമൊക്കെ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് മാറി തൃക്കാക്കരയിൽ മത്സരിക്കുവാൻ പോലും കെ ബാബു ആഗ്രഹിച്ചിരുന്നു. കാരണം ആ മണ്ഡലത്തിൻ്റെ ഘടന ആ രീതിയിലായി. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും ജയിക്കുവാൻ കഴിഞ്ഞു തൃപ്പൂണിത്തുറയിൽ. പക്ഷേ കെ ബാബു മാറുമ്പോൾ അതിനൊപ്പം തലപ്പൊക്കമുള്ള ഒരാൾ വന്നെങ്കിലേ UDFന് തൃപ്പൂണിത്തുറ നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ. അവിടെ LDFനും നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. മാത്രമല്ല BJPക്കും അവിടെ കാര്യമായ വോട്ടുകളുണ്ട്. വോട്ട് ഷെയർ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ അതിൽ രമേശ് പിഷാരടി വരുമ്പോൾ ഇതൊരു രാഷ്ട്രീയ മത്സരമല്ല എന്ന രീതിയിലുള്ള വിമർശനം പോലും വരാം. പിന്നെ എന്തുകൊണ്ട് രമേശ് പിഷാരടിയെ പോലെയുള്ള ഒരാളെ, ഒരു കോൺഗ്രസ് സഹയാത്രികൻ എന്നേ പറയാൻ പറ്റുകയുള്ളൂവല്ലോ, അദ്ദേഹത്തെ പരിഗണിക്കുന്നു തൃപ്പൂണിത്തുറയിൽ? മഞ്ജുഷ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളെ സംബന്ധിച്ചും, അത് UDF ആയാലും LDF ആയാലും ഇനി ND ആയാലും, ഈ 3 മുന്നണികളെ സംബന്ധിച്ചും ഏറ്റവും സുപ്രധാനമായ ഒരു സീറ്റാണ്. 3 മുന്നണികളും ഒരു പരിധിവരെ LDFനും UDFനാണെങ്കിൽ ഉറപ്പായും 2 പേർക്കും ആഞ്ഞു പിടിച്ചാൽ വിജയിക്കാം എന്ന് ഉറപ്പുള്ള മണ്ഡലമാണ്. 2 പേർക്ക് മാത്രം വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ള മണ്ഡലം തന്നെയാണ് ഈ തൃപ്പൂണിത്തുറ മണ്ഡലം. അതിൻ്റെ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറ്റമുണ്ട്. നേരത്തെ TK രാമകൃഷ്ണനൊക്കെ തുടർച്ചയായി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അതിനുശേഷം 91-ൽ കെ ബാബു വന്നതിന് ശേഷമാണ് കെ ബാബു രാഷ്ട്രീയത്തിന് അതീതമായി, അല്ലെങ്കിൽ മറ്റ് ലോക്സഭാ രാഷ്ട്രീയവും നിയമസഭാ രാഷ്ട്രീയത്തിനും അതീതമായി കെ ബാബു ആ മണ്ഡലത്തിൽ അത്രത്തോളം ഒരു വലിയ സ്വാധീനമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് 2016-ലാണ് അത്തരമൊരു സ്വാധീനത്തിന് ആദ്യമായി ഇടിവുണ്ടാവുകയും അവിടെ സ്വരാജ് വിജയിക്കുകയും ചെയ്ത് CPM അവൻ്റെ യുവനിരയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. ആ വഴിക്ക് തന്നെ CPMന് അത്തരത്തിലൊരു ഉണർവുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പരാജയത്തിന് ഒരു പ്രധാന ഘടകമായി നിന്നത് അത് മാത്രമായിരുന്നില്ല. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വവും കെ ബാബുവിൻ്റെ സ്ഥാനാർത്ഥിത്തിനപ്പുറത്തേക്ക് അന്ന് തുറവൂർ വിശ്വംഭരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. തുറവൂർ വിശ്വംഭരൻ അവിടെ തന്നെ അധ്യാപകനായിരുന്നു. ദീർഘകാലമായി അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ട്. പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും പരക്കെ അംഗീകാരം